എൻ്റെ പേര് അറിയോ? എന്താണ്? ബിപിൻ ചന്ദ്രൻ. സാറല്ല, സാറെന്നുള്ളത് മായ്ച്ചു കളഞ്ഞേരം. ഞാൻ ഒരു അധ്യാപകനാണ്, പക്ഷേ എൻ്റെ പിള്ളേരെ കൊണ്ടൊന്നും ഞാൻ സാറെന്ന് വിളിപ്പിക്കാറില്ല. ഈ സാറെന്ന് പറയുന്ന വിളി കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുമാതിരി നമ്മുടെ ഈ പാൻസിനകത്തുണ്ടല്ലോ തവള കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലത്തെ ഒരു വല്ലാത്ത ഫീലിംഗ്. ബിപിൻ ചന്ദ്രൻ അത്ര വിളിച്ചാൽ മതി. അപ്പോൾ പുസ്തകോവ്സ്കി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടത്തുന്ന പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പുസ്തകങ്ങളെ പറ്റിയിട്ടും വായനയെ പറ്റിയിട്ടും ഒക്കെ സംസാരിക്കാൻ, നിങ്ങളുടെ വായനാനുഭവങ്ങളെ പറ്റിയിട്ട് അറിയാനായിട്ട്, നിങ്ങളുടെ വായനയും പുസ്തകങ്ങളുമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ എത്രമാത്രമാണ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇതേപോലെ ഒരു മൈക്കും പിടിച്ച് നിൽക്കാനായിട്ട് യാതൊരു ധൈര്യവും ഇല്ലാതിരുന്ന ഒരാളാണ്. എനിക്ക് പേടിയായിരുന്നു. എന്തോ പപ്പറ്റ് എവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. യെസ്. അപ്പോൾ ഞാനിതേപോലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്റ്റേജിലേക്ക് കയറാനായിട്ട് വല്ലാത്ത പേടിയുള്ള ഒരാളാണ്. സ്റ്റേജ് ഫിയർ ഉണ്ടോ? ഇല്ല. സ്റ്റേജിൽ കയറുന്നിട്ട് നമ്മൾ 5 മിനിറ്റ് വേണമെങ്കിൽ സംസാരിക്കും. പക്ഷെ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു, മുട്ടിടിക്കുമായിരുന്നു, വിറ വരും എനിക്ക്. അതുകൊണ്ടാണ് സാറ് സ്റ്റേജിൻ്റെ പുറത്ത് നിൽക്കുന്നതെന്ന്. അമ്പടാ, സ്റ്റേജിൽ നിന്നും സംസാരിക്കും. ഇപ്പോൾ പണ്ട് ഇതേപോലെ ഞാനൊരു കഥ പറയട്ടെ ജെയ്ഡൻ, ഞാനൊരു കഥ പറയട്ടെ. എനിക്കിതേപോലെ സ്റ്റേജിൽ കയറാനായിട്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഒരു കാലം. 5ാം ക്ലാസ്സിൽ പഠിക്കാൻ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ ഇതേപോലെ സ്കൂൾ അസംബ്ലിക്ക് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുമ്പോൾ ഒരാൾ അവിടെ നിന്നിട്ട് ഒരു പെർഫോമൻസ് നടത്തുക. ഗംഭീര പെർഫോമൻസ്. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് കേട്ടാൽ ഇവിടെ ഗുണാന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ട് നിങ്ങളൊക്കെ വർത്തമാനം. എനിക്ക് എൻ്റെ അമ്മോ, ഇംഗ്ലീഷ് എസ്കേപ്പ്, CDs എസ്കേപ്പ് എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. കേട്ടാലും പേടിയാണ്. ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ഇംഗ്ലീഷുകാരാണ് മൊത്തം, സായിപ്പുകൾ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഇംഗ്ലീഷിലൊരു പെർഫോമൻസ്, തകർപ്പൻ പെർഫോമൻസ്. ഒരു 10ാം ക്ലാസ്സുകാരൻ, ഞാൻ 5 പഠിക്കുകയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചേട്ടൻ സ്റ്റേജിൽ നിന്നിട്ട് ഒരു വെടിക്കെട്ട് പെർഫോമൻസ്. ഞാനിങ്ങനെ വായും പൊളിച്ച് നോക്കി നിന്നു. എന്താ അയാൾ പറയുന്നത്? Friends, Romans and countrymen, lend me your ears. I come to bury Caesar, not to praise him. The evil that men do leaves after them. The good is of hindered with the bones. So let it be with Caesar. എന്നൊരു ഡയലോഗ് കേട്ടിട്ട് ഞാനിങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴേ പേടിയാണ്. ഈ ഒച്ചപ്പാട് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്നത് ഇവനെന്താ രാവിലെ പുട്ടിൻ്റെ കൂടെ ഇംഗ്ലീഷാണോ കുഴച്ച് കഴിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ഞങ്ങൾ 2 പേരും രാവിലെ പുട്ടും പഴവും കൊഴിച്ച് തിന്നത് ഒരേ പ്ലേറ്റിൽ നിന്നാണ്. ഈ 10ാം ക്ലാസ്സുകാരൻ്റെ പേര് ബൈജു ചന്ദ്രൻ എന്നായിരുന്നു. ഈ ബൈജു ചന്ദ്രൻ എൻ്റെ ചേട്ടനായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വായും പൊളിച്ച് നോക്കി നിന്നിട്ട് അമ്പരന്നിങ്ങനെ നിൽക്കുകയാണ്. ഇതൊന്നും നമ്മളെക്കൊണ്ട് പറയുന്ന പരിപാടിയല്ല, പറ്റുന്ന പരിപാടിയല്ല എന്നുള്ള ആ ഒരു പേടിയിൽ, അപകർഷതയിൽ നിന്നിട്ട് നമ്മൾ നേരെ അടുത്ത ലൈൻ പിടിച്ചു, പഠിച്ച് രക്ഷപ്പെടാം. നിങ്ങൾ ചെറിയ പ്രായം മുതൽ കേൾക്കുന്ന ഡയലോഗ് എന്താണ്? പഠിച്ച് മിടുക്കനാകണം, പഠിച്ച് മിടുക്കിയാകണം, അല്ലേ? നിങ്ങളെല്ലാവരും മിടുക്കന്മാരും മിടുക്കുള്ളൂ അല്ലേ? പഠിക്കുന്നുണ്ടോ? ഞാനും അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് അന്നേരം ഒരു സംശയമുണ്ട്. ഈ പഠിച്ചാൽ മാത്രമേ മിടുക്കനാകാൻ പറ്റത്തുള്ളൂ, പഠിച്ചാൽ മാത്രമേ മിടുക്കിയാകാനായിട്ട് പറ്റത്തുള്ളൂ. പഠിക്കാത്ത ആൾക്കാരൊന്നും മിടുക്കന്മാരും മിടുക്കികളൊന്നും അല്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, ഞാൻ പഠിച്ച് രക്ഷപ്പെടാമെന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഞാനങ്ങനെ 6ാം ക്ലാസ്സിലെത്തി. 6ാം ക്ലാസ്സിലെത്തിയപ്പോൾ എൻ്റെ സ്വപ്നം എന്നാണെന്നറിയാമോ? എന്താ ജീവിതത്തിൽ ആരാകണം? ഡോക്ടർ, സയൻറ്റിസ്റ്റ്. ഇതേ സയൻറ്റിസ്റ്റ് ആകാനായിട്ടാണ് ഞാനും ആഗ്രഹിച്ചത്. ചെറിയ സയൻറ്റിസ്റ്റ് അല്ല, നാസയിലെ ബിഗ്ഗസ്റ്റ് ആർട്ടിസ്റ്റ് ഇൻ ദ വേൾഡ്. ആട്ടാ, നീ ജെയ്ഡൻ തന്നെയാണ്. IPS. റിയൽ ജെയ്ഡന് വേണ്ടിയിട്ടുള്ള അടി നമ്മൾ ഇതിന് ശേഷം വോട്ടിട്ട് തീരുമാനിക്കുന്നതാണ്. ഇതിൽ ആരാ എന്തോ ഒരെണ്ണം കൂടെ ഉണ്ട്. MBIFLന്റെ ഒരാളാകണം. എൻ്റെ പൊന്നു മോനെ, അതെന്തൊരു പണിയാണെന്നറിയാം. ഇവിടുത്തെ ചേട്ടന്മാരോട് ചേച്ചിമാരോടൊന്ന് ചോദിച്ചു നോക്കണം. വേണ്ട, അത് വേണ്ട നമുക്ക്.
അപ്പം അങ്ങനെ ലോകത്തിൽ ആരാകണം? അല്ലെങ്കിൽ I am the biggest real Jaden in the world. ബിഗസ്റ്റ് റിയൽ ജേഡൻ ഇൻ ദി വേൾഡ് ആണ്. I love your costume. കുളിരടിച്ചു പോയടാ. അപ്പൊ അങ്ങനെ പറ. You look like a mystery person. അതെ, ഒരു മിസ്റ്ററി പേഴ്സണെ പോലെ തോന്നുന്നതാണ്. എൻ്റെ ഭാര്യയൊക്കെ കേൾക്കണം കേട്ടോ ഇത്. You look like a detective. എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണം. പ്രധാനമന്ത്രിയാവണം. ഷെർലക് ഹോംസിനെ പോലെ തോന്നുന്നുണ്ട് അല്ലേ? ഷെർലക് ഹോംസിനെ പറ്റിയും പറയാനുണ്ട്, നമുക്ക് പറയാനുണ്ട്. ഷെർലക് ഹോംസിനെ പറ്റിയും പറയാനുണ്ട്. അപ്പം അങ്ങനെ I want to be an astronaut. Doctor. Also, I want to be a. മറന്നുപോയി. നമ്മൾ സ്വാഭാവികമായിട്ടും മറന്നു പോകും. I want to be a scientist. I want to be an explorer. I want to be an adventurer. I want to study the ocean, and I want to be an astronaut. Anything to do with science. ഇതേപോലെ തന്നെയായിരുന്നു ഞാനും സ്വപ്നം കണ്ടത്. ആസ്ട്രോനോട്ട് എന്ന് പറയുന്നതും സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നതും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ സ്വപ്നം എന്തായിരുന്നു അറിയാമോ? നാസയിൽ സ്പേസ് എഞ്ചിനീയർ ആകുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. ഇതേ അവിടെ മോള് പറ. സെയിം ആണ്, സെയിം പിച്ച്. അപ്പം അങ്ങനെ ഞാൻ ഈ നാസയിൽ പോകാനായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. പഠിച്ച് മിടുക്കനായാലല്ലേ ഇവിടെയൊക്കെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ പഠിച്ച് മിടുക്കനാകാം എന്നൊക്കെയുള്ള പ്ലാൻ നിൽക്കുകയാണ്. അങ്ങനെ 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞങ്ങളുടെ കണക്ക് സാറ് ഒരു ദിവസം പീരീഡിലേക്ക് കയറി വന്നിട്ട് ബോർഡിൽ ഇങ്ങനെ എഴുതിയിടുകയാണ്, 2 പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. 2 സമാന്തര രേഖകൾ അനന്തതയിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചു, റെയിൽ പാളങ്ങളൊക്കെ ഇങ്ങനെ പോവല്ലേ, 2 ലൈനുകൾ ഇങ്ങനെ പോയിട്ട് ജെയ്ഡൻ മറ്റേ ഒറിജിനൽ ജെയ്ഡനാണ് തെളിയിക്കാനായിട്ടുള്ള സകലമാന കുരുത്തക്കേടുകൾ ഒപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കുരുത്തം കെട്ട ജെയ്ഡനാണോ കുരുത്തം കെടാത്ത ജെയ്ഡനാണോ ഒറിജിനൽ ജെയ്ഡൻ ഞങ്ങൾ അവസാനം വോട്ടിട്ട് തീരുമാനിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കണക്ക് സാർ വന്നിട്ട് ഇത് എഴുതിയിടുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി. ഈ 2 സമാന്തര രേഖകൾ 2 ലൈൻസ് ഇങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റിയിൽ പോയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സംഭവം ഇതെങ്ങനെ ഈ കണക്ക് സാറ് മനസ്സിലാക്കി എന്നൊരു സംശയം ഉണ്ടായി എനിക്ക്. You also look like the tallest man in the world. ടോളസ്റ്റ് മാനോ? ഞാനോ? എന്നൊക്കെ പൊക്കമുള്ള എത്ര പേര് ഇത് അവിടെ നിരന്ന് നിൽക്കുന്നുണ്ടാ? നോക്കടാ, തള്ളിനൊക്കെ ഒരു പരിധി വേണ്ടടാ. അപ്പം അങ്ങനെ സംഗതിയൊക്കെ കുളിരടിക്കുന്നുണ്ട് എനിക്ക്. ഇതെല്ലാം നമ്മൾ സ്വീകരിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നീ തള്ളാണ്. റിയൽ ജെയ്ഡനാകാൻ വേണ്ടിയിട്ടുള്ള വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രകടനമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് കെയർ ദാറ്റ് എന്നാണ് അവൻ പറയുന്നത്. പൊരിഞ്ഞ യുദ്ധം തന്നെ ഇവിടെ നടക്കും, അടി നടക്കും ഇവിടെ. അവസാനം നമുക്ക് വോട്ടുണ്ടാവും, അവസാനം വോട്ടുണ്ടാവും. ഏറ്റവും മികച്ച ജെയ്ഡൻ ആരാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തും. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ കഥയൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഈ കഥയൊന്ന് പറഞ്ഞു തീർക്കട്ടെ. പറ. I also want to be the biggest winner in the world. ബിഗസ്റ്റ് വിന്നർ ഇൻ ദി വേൾഡ്. ബിഗസ്റ്റ് വിന്നർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആരാണ് ഈ ബിഗസ്റ്റ് വിന്നർ? ആരാണ് ബിഗസ്റ്റ് വിന്നർ? ഞാനാണ്. അത് ആത്മവിശ്വാസത്തിൻ്റെ ആ പ്രകടനമാണ്. കുട്ടികളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതാണ്. ഈ സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഫലമായിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് പറഞ്ഞു വരാനുള്ളത്. അങ്ങനെ ഞാൻ ഈ ചോദ്യം എഴുന്നേറ്റ് നിന്ന് എനിക്ക് നാസപ്പാണമല്ലോ, എനിക്ക് സംശയങ്ങൾ ചോദിച്ചാലേ പറ്റുള്ളൂ, പഠിച്ച് മിടുക്കനാകണമല്ലോ. അപ്പോൾ ഞാൻ കണക്ക് സാറിനോട് എണീറ്റ് നിന്നിട്ട് ചോദിച്ചു, സാറേ ഈ 2 ലൈൻസ് പോയിട്ട് ഇൻഫിനിറ്റിയിൽ പോയി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, അനന്തതയിൽ പോയി കൂട്ടിമുട്ടുന്നത് ഈ കണക്ക് ശാസ്ത്രജ്ഞൻ എങ്ങനെയാണ് കണ്ടത്? ഇയാൾ അനന്തതയിൽ പോയി നിന്നിട്ട് ഇത് മുട്ടുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് എൻ്റെ ചോദ്യത്തെ മൈൻഡ് ചെയ്തില്ല. ഞാൻ എഴുന്നേറ്റ് നിന്ന് പിന്നെയും ചോദിച്ചു, ശ്രദ്ധ കിട്ടണമല്ലോ, ഈ ജെയ്ഡനൊക്കെ കാണിക്കുന്നത് പോലെ ഞാനിവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെയും ചോദിക്കുകയാണ്, സാറേ അല്ല ഈ കണക്ക് ശാസ്ത്രജ്ഞൻ അവിടെ അനന്തതയിൽ പോയി നിന്നിട്ട് കണ്ടോ ഇത് മുട്ടുന്നത് എന്ന് ചോദിച്ചു. ഒരു മൂച്ച് തെറി എന്നെ വഴക്ക് പറഞ്ഞ് കണ്ണ് പൊട്ടിച്ച് കളഞ്ഞു. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഭയങ്കര ലോജിക്കാണ് കേട്ടോ, ഭയങ്കര ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ആളാണ്. അതൊരു ഫ്രേസ് അല്ലേ? നമ്മൾ എത്ര പറഞ്ഞ് കണ്ണ് പൊട്ടിച്ചോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ചില ശൈലികൾ ഉപയോഗിക്കുമല്ലോ.
സാറിൻ്റെ അപ്പം ഇപ്പോഴത്തെ ജോലി എന്താണ്? പറയാ, സാറിൻ്റെ ജോലി ഇതൊക്കെ തന്നെയാണ്. സാറായിട്ട് ഇങ്ങനെ ഒരു അധ്യാപകനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 7 വർഷമായിട്ട് ലീവ് എടുത്തിട്ട് സോഫയിൽ കിടന്ന് ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ഒരു താല്പര്യത്തിൽ അങ്ങനെ ചില പരിപാടികളൊക്കെ ചെയ്യും. സോഫയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയെന്നല്ലേ പറഞ്ഞു. അപ്പോൾ പ്രൊഫഷണൽ സ്ലീപ്പറാണോ? ആ, പ്രൊഫഷണൽ സ്ലീപ്പറാണ്. പിള്ളേരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കാലത്തെ പിള്ളേരൊന്നും അല്ല. ഡീൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടോ നമ്മൾ ഒരെണ്ണം കൂടെ ഉണ്ട്. I also want to be the biggest professional in hitting Neetu's face. അത് ശരി. ഇവൻ എന്തൊക്കെയാണ് ആകേണ്ടതെന്ന് അവന് തന്നെ യാതൊരു പിടുത്തവും ഇല്ലാതിരിക്കുകയാണ്. I am biggest champion of a world. അതാണ് മറ്റേ ചാമ്പ്യൻ ഓഫ് ദി വേൾഡ്. ചെറിയ സ്വപ്നങ്ങളൊന്നും അല്ല കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ വലിയ 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 സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. I want to win the first prize in running race. ഓട്ടക്കാരനാകണം, ചാട്ടക്കാരനാകണം, ആസ്ട്രോനോട്ടാകണം, സയൻറ്റിസ്റ്റ് ആകണം, ഡോക്ടറാകണം, IPS കാരനാകണം, ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ആകാനായിട്ടിരിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പറയുന്നത് ഹിച്ച് യുവർ വാഗൺ ടു ദി സ്റ്റാർസ് എന്ന് പറയും. നിങ്ങളുടെ സ്വപ്നങ്ങൾ നക്ഷത്രങ്ങളിൽ കൊളുത്തിയിടുക. അത്ര ഉയരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുന്നോളമെങ്കിലും നമ്മൾ എത്തൂ എന്നുള്ളതാണ് പഴയ ആൾക്കാർ പറയുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഈ ചോദ്യം ചോദിച്ചതും എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഈ വഴക്ക് കേട്ട് പേടിച്ചിട്ട് ഞാൻ നിക്കറിൽ മൂത്രം ഒഴിച്ചു പോയി. ശരിക്കും ഞാൻ നിക്കറിൽ മൂത്രം ഒഴിച്ചു പോയി പേടിച്ചിട്ട്. അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺപിള്ളേരില്ല, ആണുങ്ങൾ മാത്രം ഇരിക്കുന്ന 50 ആൺകുട്ടികൾ മാത്രം ഇരിക്കുന്ന ക്ലാസ്സാണ്. എങ്ങാനും അന്ന് പെൺപിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് വൈകുന്നേരം ആത്മഹത്യ ചെയ്തേനെ. കാരണം നാണക്കേട് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തേനെ. അങ്ങനെ അന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് തീരുമാനിച്ചത്? കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ വർഗ ശത്രുവാണ്. കണക്ക് സാറീസ് കാലമാടൻ എന്ന് നമ്മൾ എഴുതി വെക്കുന്നു. അങ്ങനെ കണക്ക് സാറിനെ നമ്മൾ കാലമാടനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? കണക്കില്ലാതെ ഏതെങ്കിലും സയൻസ് സബ്ജക്റ്റിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. പിന്നിലേക്ക് പോരാൻ തുടങ്ങി. അങ്ങനെ കെമിസ്ട്രിയിൽ താഴെ വീഴുന്നു, ഫിസിക്സിൽ താഴെ വീഴുന്നു, ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ മുഴുവൻ സയൻസ് സബ്ജക്റ്റുകളിൽ നമ്മൾ പിന്നാക്കം പോരുന്നു. അപ്പോൾ ഉണ്ടായതെന്താ? എൻ്റെ ഒരു ചേട്ടനുണ്ടല്ലോ, പഴയ മാർക്ക് ആൻ്റണി സ്പീച്ച് നടത്തിയിട്ടുള്ള ആൾ. അപ്പോൾ ഈ മാർക്ക് ആൻ്റണി സ്പീച്ചിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു പുസ്തകം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാണ്ട്. മാതൃഭൂമി ബുക്സ് ഇറക്കിയിട്ടുള്ള ഈ പുസ്തകം കണ്ടോ, സ്റ്റോറീസ് ഷേക്സ്പീരിയൻ എന്ന് പറയുന്ന ഈ പുസ്തകം മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റോളുകളിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഷേക്സ്പിയറെ പരിചയപ്പെടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മാർക്ക് ആൻ്റണിയുടെ സ്പീച്ചാണ്. മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന കഥാപാത്രം ഏത് നാടകത്തിലാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഷേക്സ്പിയറിൻ്റെ ഏത് നാടകത്തിലാണ്? ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിലാണ്. അങ്ങനെ ഒരുപാട് വിഖ്യാതങ്ങളായിട്ടുള്ള നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓഥല്ലോ എഴുതിയിട്ടുണ്ട്, മാക്ബത്ത് എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഹാംലെറ്റ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുള്ള വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ കൃതികളെ നമുക്ക് പരിചയപ്പെടാനായിട്ട്, അതിൻ്റെ കഥകൾ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഷേക്സ്പിയറിൻ്റെ 10-36 നാടകങ്ങളുണ്ട്. പക്ഷേ ഷേക്സ്പിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകങ്ങളുടെ കഥ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എളുപ്പ പുസ്തകമാണ് ഈ പുസ്തകം. അതൊന്ന് എന്തോ ഓഥല്ലോ വായിച്ചിട്ടുണ്ട്. ഓഥല്ലോ ഇഷ്ടമാണോ? കുഴപ്പമില്ല. ഷേക്സ്പിയർ കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഷേക്സ്പിയർ പോലും കുഴപ്പമില്ലാതെ നിൽക്കുമ്പോൾ ഒരു പാവം പുസ്തകോസ്കിയുടെ ഗതി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. മാക്ബത്തിൻ്റെ നാടകം അഭിനയിച്ചിട്ടുണ്ട്. സെയിം പിച്ച് ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഈ മാക്ബത്ത് നാടകം നിങ്ങൾ രാജമാണിക്യം സിനിമ കണ്ടിട്ടുണ്ടോ? രാജമാണിക്യം സിനിമ കണ്ടിട്ടുണ്ടോ? ഛോട്ടാ മുംബൈ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഉസ്താദ് ഹോട്ടൽ കണ്ടിട്ടുണ്ടോ? ബാംഗ്ലൂർ ഡേയ്സ് കണ്ടിട്ടുണ്ടോ? പ്രേമം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ പ്രേമത്തിൻ്റെയും ബാംഗ്ലൂർ ഡേയ്സിൻ്റെയും ഒക്കെ നിർമ്മാതാവായിട്ടുള്ള രാജമാണിക്യത്തിൻ്റെയും ഛോട്ടാ മുംബൈയുടെയും ഉസ്താദ് ഹോട്ടലിൻ്റെയും ഒക്കെ സംവിധായകനായിട്ടുള്ള അൻവർ റഷീദും ഞാനും കൂടിയാണ് മാക്ബത്ത് നാടകം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ അന്ന് ഞാൻ ബാങ്കോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയും മാക്ബത്ത് എന്ന് പറയുന്ന ആ പ്രസിദ്ധ കഥാപാത്രത്തെ അൻവറുമാണ് ചെയ്യുന്നത്. അത് ഞാൻ ഈ മാക്ബത്ത് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ മോൻ്റെ പേരെന്താണ്? മൃദുൽ. അപ്പോൾ മൃദുൽ ഇങ്ങനെ മാക്ബത്തിൽ അഭിനയിച്ച ആൾക്കാർ വരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് മാക്ബത്തിൻ്റെ മാത്രമല്ല ഒരുപാട് ഷേക്സ്പിയർ നാടകങ്ങളുടെ കഥകൾ അറിയാൻ പറ്റുന്ന ഒരു രൂപ എത്രയാണെന്നുണ്ടെങ്കിലും പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര പൈസ മുടക്കിയാലും അത് വർത്താണ് എന്ന് ഞാനുള്ളത് അടിവരയിട്ട് പറയും. അപ്പോൾ എത്ര രൂപയാണെന്ന് അറിയണോ? ഇതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, 250 രൂപയാണ് ഈ പുസ്തകത്തിന്. പക്ഷേ ഇത് ഇങ്ങനെ ചിത്രങ്ങളൊക്കെയുള്ള ഭയങ്കര രസകരമായിട്ടുള്ള പ്രിൻറ്റിങ്ങിൽ വന്നിട്ടുള്ള നല്ലൊരു പുസ്തകമാണ്. നമുക്കിവിടെ തൊട്ടടുത്തിട്ടുള്ള മാതൃഭൂമി സ്റ്റോളിൽ ഈ പുസ്തകങ്ങൾ കിട്ടാനുണ്ട്. അതങ്ങനെ
ഞാൻ നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ ഞാൻ പഠനത്തിൽ പിന്നോക്കം വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചേട്ടച്ചാർ വലിയ പഠിപ്പിസ്റ്റാണ്. അപ്പോൾ അന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ് പുള്ളിക്കാരൻ. അങ്ങനെ ഹൈസ്കൂളിലെത്തിയിട്ട് ഞാൻ ഈ സയൻസ് സബ്ജക്റ്റിലെല്ലാം പുറകോട്ട് വരാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി പുള്ളി. എന്നെ പഠിപ്പിക്കുക എന്നുള്ള വ്യാജേന എനിക്ക് ടിടി, കുത്ത്, ചവിട്ട്, തൊഴി, കൊങ്ങായ്ക്ക് പിടുത്തം എല്ലാം ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരന് എളുപ്പപ്പണിയാണല്ലോ. എനിക്കിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് 2 കണക്കിട്ട് തരും, ഞാൻ കണക്ക് തെറ്റിക്കും, പുള്ളിക്കാരൻ എന്നെ ഇടിക്കും. അപ്പോൾ ഇങ്ങനെ ഈ പരിപാടി തുറന്നിട്ട് നമ്മൾ കണക്കും സയൻസും എല്ലാം വെറുത്ത് അങ്ങനെ നശിച്ച് നിൽക്കുമ്പോഴത്തേക്ക് മലയാളം എന്ന് പറയുന്ന ഒരു സംഗതി ചേട്ടൻ അത്ര പിടുത്തമില്ല. മലയാളവും പുള്ളിയും തമ്മിൽ ഒരു ശത്രുതയുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ ശത്രുവിൻ്റെ ശത്രുവാകുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരനായുള്ള ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ മലയാളത്തിനെ കൂട്ടുപിടിക്കാം എന്ന് ഞാൻ കരുതി. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരനെ അറിയാൻ പാടില്ലാത്ത മലയാളം, അല്ലെങ്കിൽ പുള്ളിക്ക് ആകപ്പാടെ ഒരു ശകലം പിടുത്തക്കുറവുള്ള മലയാളത്തിനെ ഞാൻ കൂട്ടുപിടിച്ചു. അന്ന് പുള്ളിക്കാരൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ആരാധനയുള്ള, ഞാനിങ്ങനെ വണ്ടറടിച്ച് നോക്കി നിന്നില്ല പുള്ളിയുടെ പെർഫോമൻസ്. പക്ഷേ പുള്ളി വണ്ടറടിച്ച് നോക്കി നിൽക്കുന്ന മറ്റൊരു പെർഫോമൻസ് ഉണ്ട്. കാവാലം നാരായണപ്പണിക്കരുടെ ദൈവത്താർ എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. ഇവർ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് അവർ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് മത്സരിക്കാനായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ മൂസ എന്ന് പറയുന്ന എൻ്റെ ചേട്ടൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. ഈ മൂസ അതിനകത്ത് കോമാളി തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് ചെയ്യുന്നത്. ഈ കോമാളി തമ്പുരാൻ്റെ ഡയലോഗ് ചേട്ടൻ ഒരു കാരണവശാലും പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വണ്ടറടിച്ച് ഈ മൂസയുടെ പെർഫോമൻസ് നോക്കി നിൽക്കും. ഞാൻ ഈ സാധനം കാണാതെ പഠിച്ചു. എന്താണ് കോമാളി തമ്പുരാൻ്റെ ആ ഡയലോഗ്? ഏകപട ദ്വിപട ത്രിപട ചതു പഞ്ചപട ഷഷ്ടാഷ്ടപട ത്രിപത കുടിതിം ത്രിപട അങ്കോമങ്കോട് ആടിമണ്ടിടിമ കുപകുപൂപ കൂപ കിർ കുടം കുളത്തിൽ താണു എന്ന് പറയുന്ന ഒരു ഡയലോഗ്. ഇത് എത്ര പറഞ്ഞാലും ചേട്ടന് ശരിയാകത്തില്ല. ഞാനിത് കാണാതെ പഠിച്ച ഒരു ദിവസം ചേട്ടൻ്റെ മുമ്പിൽ ഏകപട ദ്വിപട ത്രിപട ചതുർ പഞ്ചപട ഷഷ്ടാഷ്ടപട ത്രിപത കുടിതിം ത്രിപട അങ്കോമങ്കോട് ആടിമണ്ടിടിമ കുപകുപൂപ കൂപ കിർ കുടം കുളത്തിൽ താണു എന്ന് പറയുന്ന ഒരു ഡയലോഗ് അങ്ങോട്ട് കിച്ചി. അപ്പോൾ ചേട്ടൻ ചെറുതായിട്ടൊന്ന് കണ്ണ് ബൾബായിട്ട് എന്നെ നോക്കി, കൊള്ളാമല്ലോ ഇവൻ. അപ്പോൾ ആ തെളിച്ചം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാവുന്ന ഒരു പരിപാടിയാണല്ലോ, ചേട്ടനെ ഞെട്ടിക്കണം. Can we do the vote for who is the real Jaden now? ആ റിയൽ ജെയ്ഡൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് നമുക്ക് വോട്ട് ഇടേണ്ടത്. നമുക്ക് ഈ അവന് തന്നെ വോട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതാണ്, ഒരാൾക്ക് അത് വിഷയമേ അല്ല. ഒരുത്തൻ ഞാൻ എനിക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. 2 തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവാണ് കേട്ടോ, 2 തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ്. ഇത് ഇവിടെ അടിവെച്ച് നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും. ഈ പരിപാടി കഴിയുന്ന പാടെ നമ്മൾ ഇത് തീരുമാനിച്ചിട്ടേ പോകത്തുള്ളൂ ആരാണ് ജെയ്ഡൻ എന്നുള്ള. അതെ, സമാധാനപ്പെടെ കഥ കേൾക്കട്ടെ. അടുത്ത ലീഡറാണ് കേട്ടോ. യെസ്, കഥ പറഞ്ഞോട്ടെ. ഓക്കെ, നമുക്ക് ഇതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ പറയട്ടെ. അപ്പോൾ അങ്ങനെ ഈ മലയാളത്തിനെ കൂട്ടുപിടിക്കാൻ നോക്കിയപ്പോൾ 9ാം ക്ലാസ്സിലൊക്കെയുള്ള പദ്യങ്ങൾ, എൻ്റെ പൊന്നു കൊച്ചുങ്ങളെ, ഇത് കാണാതെ പഠിക്കാൻ പെട്ട പാട്. കുഞ്ഞു പിള്ളേരോട് മറ്റേ വലിയ ആൾക്കാർ വലിയ വായിലിരുന്ന് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. അറിയാം? എങ്ങനെ അറിയാം? അദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിച്ചിട്ടുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്? 7ലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കന്ന് 9ാം ക്ലാസ്സിലാണ് ഇദ്ദേഹത്തിൻ്റെ കവിത പഠിക്കാനുള്ളത്. ഇഷ്ടപ്രാണേശ്വരിയുടെ വിയോഗത്തിനാലും നരേന്ദ്ര ദുഷ്ടത്വത്താൽ ഒരുവനുളോകം മാനനഷ്ടത്തിനാലും കഷ്ടപ്പെട്ട പുരുഷൻ ഒരു 4-5 കൊല്ലം കഴിച്ചാൻ ഇഷ്ടക്കേടാൽ വരുന്നത് പരിഹാരമില്ലാത്തതല്ലോ. നമ്മളിത് കണ്ടിട്ട് ഇഷ്ട എന്നുള്ള ഒച്ച മാത്രമുണ്ട് മനസ്സിൽ, ബാക്കി ഒന്നും പിടികിട്ടിട്ടില്ല. അപ്പോൾ അടുത്ത ശ്ലോകത്തെ പുള്ളിക്കാരൻ പറയുകയാണ്, കൊണ്ടൽ കോളാൽ കലിത കുതുകം പീലിയെല്ലാം പരത്തി കൊണ്ട കേകിപ്രവരൻ ആട്ടമാടുന്ന ഭംഗിയും കണ്ടക്കാമി നിജ കമനിയാം നീലവേണി നിനച്ചിട്ടിണ്ടൽ കയറ്റം വശകൻ അവിടെ തന്നെ മിണ്ടാതെ നിന്നാൻ ഇണ്ടാന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ കേരളവർമ്മ വലിയ തമ്പുരാൻ അത്ര അക്രമം കാണിക്കുമ്പോൾ സൈഡിൽ നിന്നിട്ട് ഭാഷാപിതാവായിട്ടുള്ള നമ്മുടെ ഭാഷാപിതാവ് ആരാ? തുഞ്ചത്തെഴുത്തച്ഛൻ. അങ്ങനെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു കവിത. അടുത്ത തർക്കം കഴിഞ്ഞോ? അതവിടെ കിടന്ന്. അപ്പം അങ്ങനെ കഥ പറയട്ടെടാ, കഥ പറയട്ടെ. നീ കേട്ടോണ്ടിരിക്കുകയാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. കിടന്ന് കേട്ടു. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്ന് കേൾക്കുക എന്നുള്ളതാണ്. ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ചിലപ്പോൾ മിഠായി കഴിക്കുമ്പോൾ തന്നെ സാറുമാർ പറയും,
അത് തുപ്പിക്കളഞ്ഞിട്ട് വരാനായിട്ട്. എന്തിരിക്കുന്നു, വളരെ എൻജോയ് ചെയ്തിട്ട് നമ്മളൊരു മുട്ടായി കഴിച്ചുകൊണ്ട് ക്ലാസ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ സാറുമാർക്കൊരു സൂക്കേടുണ്ട്, പിള്ളേർ എൻജോയ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ക്രിമികേട് വരും, അത് തുപ്പിക്കളയാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ കഴിച്ച് കഴിഞ്ഞാലും മുട്ടായി കഴിച്ച് കഴിഞ്ഞാലും തുപ്പിക്കളയുന്ന ചില സാറുമാരുണ്ട്. നമ്മൾ കിടന്ന് കേൾക്കാനാണെങ്കിൽ കിടന്ന് കേൾക്കുക, ഇരുന്ന് കേൾക്കാനാണെങ്കിൽ ഇരുന്ന് കേൾക്കുക, നിന്ന് കേൾക്കാനാണെങ്കിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടാലും മതി. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള വലിയ കവിതകൾ കിടക്കുമ്പോൾ ഈ ഭാഷാപിതാവായിട്ടുള്ള എഴുത്തച്ഛൻ്റെ കവിത തൊട്ടപ്പുറ കിടക്കുക. കമലതല നയനനോട് വിജയനത ചൊല്ലിനാൻ കാരുണ്യ വാരുതേ ശ്രീപദേ ദൈവമേ കപടമതികളിൽ ഇനിയ ചെറുവിൽ സുയോധനൻ കശ്മലൻ തന്നെ കുറിച്ച് യുദ്ധത്തിനായി നിജതനയ ധനസദന ജീവനാദ്യങ്ങളെ നിത്യമല്ലെന്ന് ഉപേക്ഷിച്ച് സന്നദ്ധരായി കലിതരണം മരണമിഹ വന്ന യോദ്ധാക്കളെ കാണാൻ അടുത്തു നിർത്തണം ഈ സ്യന്തനമെന്ന് അദ്ദേഹം. അപ്പുറം കണ്ണശപ്പണിക്കർ എന്ന് പറയുന്ന ഒരു ചേട്ടച്ചാര് ഇതിനേക്കാൾ കട്ടി തമിഴൂടെ കലർത്തിയിട്ട് കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. മാരശരാതുരയായി മുടിയാളോ മാനിനി ജാനകി താനും ഇതാനും ചാരുവസന്തം ഇവണ്ണം ഇതെങ്കിൽ താർകുഴലാൾ മരുവിൻ്റെ വിടത്തു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തമിഴിൽ. സംസ്കൃതം വരെ ഉണ്ട്. 8ാം ക്ലാസ്സിൽ ഇന്ദുമതി സ്വയംവരം എന്ന് പറയുന്ന ഒരു പാഠം പഠിക്കാനുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ വിശ്വൻ സാർ എന്ന് പറയുന്നൊരു സാറുണ്ട്. ഈ സാറിന് ഒടുക്കത്തെ ബാസാണ്, ഭയങ്കര തൊണ്ടയാണ്. ഈ തൊണ്ട ഇട്ടിട്ട് പുള്ളിക്കാരൻ സംസ്കൃതത്തിന് പറയും സഞ്ചാരിണി ദീപശിഖൈവരാത്രവും എം വ്യതിയായ പതിംവരാസ ആ നരേന്ദ്ര മാർഗാട്ട യുവപ്രഭേദേ വിവർണഭാവം. റഫീക്കെ തലൂളി നിന്നെ അടുത്ത് ജനലിൽ കൂടെ ഞാൻ തോട്ടിക്കളയും കേട്ടോ. സഭൂമി പാല. ഇടയ്ക്ക് റഫീഖ് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനെ വഴക്ക് പറയുന്ന നടക്കും ഞങ്ങളിങ്ങനെ ടേപ്പർ കുടലിൽ പിടിച്ച് വെക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ച് വെച്ചേക്കുക. കാരണം തല്ലുപിടിയും ചവിട്ടും കുത്തും എല്ലാം കൊള്ളാനായിട്ടുള്ള പേടി കാരണം ഞങ്ങളിങ്ങനെ പഠിച്ചു വെച്ചാൽ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നതല്ലേ, വല്ല കാര്യമുണ്ടോ ഇതൊക്കെ പഠിച്ചിട്ട്? നിങ്ങൾ എന്തുമാത്രം സയൻസ് പഠിക്കുന്നു, എന്തുമാത്രം കണക്ക് പഠിക്കുന്നു, എന്തുമാത്രം ശ്ലോകങ്ങൾ പഠിക്കുന്നു, എന്തുമാത്രം ഹിന്ദി പഠിക്കുന്നു. ഞാനൊക്കെ ഈ ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടി സ്വപ്നം വരുന്നു. സെയിം ഇയർ ഇങ്ങനത്തെ പേടിയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത്രയും കാലം ഹിന്ദി പഠിച്ചിട്ടും ഡൽഹി പോയിട്ടൊരു ചായ മേടിച്ച് കുടിക്കാനുള്ള ഹിന്ദി നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ വലിയ നെടുങ്കം കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത്രേ, ഹോ സക്താ ഹൈ കി ആനെ വാലി പീढ़ी हम इस बात पर कठिनाई से विश्वास करेंगे इस तरह രക്തമാംസ വാല പുരുഷ പൃഥ്വിതൽ पर ഉൽപ്പന്ന हुआ था. നമുക്ക് എന്ത് കുന്തവാ മനസ്സിലാക്കുന്നത്? മാമാജി ആയിയെ ബൈട്ടിയെ അക്ബർ പടിയെ ടണ്ട പാനി മത് പിയോ ഗരം പാനി പിയോ ചണ്ട ഊഞ്ചാ രേ ഹമാര ഗായക്ക് പാൽത്തു ജാൻവർ കുത്തേ. ഇത്രയും സാധനമാണ് നമുക്ക് ചണ്ട ഊഞ്ചാ രേ ഹമാരൊക്കെ ഇവിടെ അറിയാം. നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ട് ഇത്രയും ഹിന്ദിയാണ് പറഞ്ഞേക്കുന്നത്. അതും കുറേ ശാസ്ത്രീയ നാമങ്ങൾ. മഞ്ഞത്തച്ചി പൊങ്കുല പോലെ എന്ന് പറഞ്ഞിട്ട് ചങ്ങമ്പുഴയുടെ കവിത പഠിക്കണം. എന്നിട്ട് മഞ്ഞത്തച്ചിയുടെ ശാസ്ത്രീയ നാമം പഠിക്കണം, മിക്സോറ കോക്സീനിയ. അത് റൂബിയസി ഫാമിലിയിൽ നിന്നുള്ളതാണെന്നുള്ളത് പഠിക്കണം. ഈ റൂബിയസി ഫാമിലിയിലാണ് കാപ്പി ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇതൊക്കെ പഠിച്ചിട്ട് കാപ്പിയുടെ ശാസ്ത്രീയ നാമം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം പറഞ്ഞിട്ട്, ഒറൈസ സറ്റൈവ എന്നാണ് നെല്ലിൻ്റെ പേര് എന്നറിഞ്ഞിട്ട് 1 കിലോ അരി പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മേടിച്ചിട്ടില്ല. അല്ലെങ്കിൽ മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പഴക്കാലങ്ങൾ തീർക്കുന്ന, അല്ലെങ്കിൽ പി രാമേന്ദ്രൻ്റെ കവിത മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് മാഞ്ചിഫറ ഇൻഡിക്കയും പഠിക്കണം. ഈ ഇൻഡിക്ക പഠിച്ചിട്ട് റേഷൻ കട ചെന്നിട്ട് ചേട്ടാ മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കടക്കാരൻ മണ്ണെണ്ണ എടുത്ത് തരുമോ? നമുക്ക് തരത്തില്ല. ഇങ്ങനെ നമ്മൾ ഒരാവശ്യമില്ലാത്ത സാധനം ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രക്ഷിതാക്കൾ പറയും പഠിച്ച് മിടുക്കനാകണം, പഠിച്ച് മിടുക്കിയാകണം. നമ്മുടെ അധ്യാപകർ പറയും പഠിച്ചോ 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 പഠിച്ചോ. പഠിച്ച് മാത്രമേ രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ പഠിച്ചിട്ട് എന്താവാനായിട്ടാ? 5ാം ക്ലാസ്സിൽ മിടുക്കനായിട്ട് പഠിച്ചു, മിടുക്കിയായിട്ട് പഠിച്ചു. എന്താ അതിൻ്റെ ഗുണം? 6ാം ക്ലാസ്സിൽ കയറും. 6ാം ക്ലാസ്സിൽ കയറിയിട്ട് പഠിച്ച് മിടുക്കനായിട്ട് അങ്ങനെയൊക്കെ പോയി നമ്മൾ അവസാനം 10ാം ക്ലാസ് ആകുമ്പോഴത്തേനും പറയും SSLC പരീക്ഷയാണ് കേട്ടോ, ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റാണ് കേട്ടോ, നിങ്ങൾ മിടുക്കനായിട്ട് മിടുക്കിയായിട്ട് പഠിച്ചോ എന്ന് പറയും. എന്നിട്ട് അത് കഴിഞ്ഞാൽ പണ്ട് പ്രീ ഡിഗ്രിയാണ്, ഇപ്പോൾ +2. അപ്പോൾ +2 പരീക്ഷയാകുമ്പോൾ, പണ്ട് പ്രീ ഡിഗ്രി പരീക്ഷയാകുമ്പോൾ പറയും പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രെയിനിങ് പോയിൻ്റാണ്, ഉറച്ച് പഠിച്ചു. അങ്ങനെ പഠിച്ചിട്ട് കുറേ ആൾക്കാർ എൻട്രൻസ് എഴുതി ഡോക്ടറാകുന്നു, എഞ്ചിനീയർമാരാകുന്നു, ഡിഗ്രി കോഴ്സുകൾക്ക് പോകുന്നു. അങ്ങനെ പഠിച്ച് ഇപ്പോൾ ഡോക്ടർമാരാകാൻ പോകുന്ന ആൾ MBBSന് ചേരുന്നു. അങ്ങനെ പഠിച്ച് അവർ MBBS എടുക്കുന്നു. നിർത്തുമോ? ഇല്ല. അത് കഴിയുമ്പോഴത്തേക്ക് MD പരീക്ഷയ്ക്ക് അവർ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ MD പരീക്ഷ എടുത്ത് കഴിയുമ്പോൾ തന്നെ DM-ന് പഠിക്കുന്നു. ഇങ്ങനെ പഠിച്ച് അറ്റം വരെ എത്തിയിട്ട് എന്താ ഇതിൻ്റെ ഗുണം? കാശ് കിട്ടും. അതാണ് ഇതിൻ്റെ ഏക ഗുണം. അതുകൊണ്ടാണ് എല്ലാവരും പഠിക്കുന്നത്. ഇത് രക്ഷിതാക്കൾ പറയും ഈ കാശ് കിട്ടുക എന്നുള്ള കാര്യം മാത്രം അധ്യാപകരും രക്ഷിതാക്കളും മിണ്ടത്തില്ല. ഈ പഠിച്ച് മിടുക്കനാകണമെന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താണ്? ഏറ്റവും മികച്ച ഒരു ജോലി കിട്ടണം. ഈ മികച്ച ജോലി എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കാശുള്ള ജോലി കിട്ടണം. അങ്ങനെ ഏറ്റവും കാശുള്ള ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടല്ല ഈ പഠിച്ച് മിടുക്കനാകണം, മിടുക്കിയാകണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും വലിയ പഠിപ്പിക്ക് മാത്രമാണോ ഏറ്റവും കാശ് കിട്ടുക എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ?
ഞങ്ങളുടെ ക്ലാസ്സിൽ 100 പേരുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർക്കല്ല ഏറ്റവും കാശ് കിട്ടുന്നത്. ഈ ഏറ്റവും കാശ് കിട്ടുന്ന ആൾക്കാർക്കല്ല ഏറ്റവും സുഖവും സന്തോഷവും കിട്ടുന്നത്. സത്യം. കുഞ്ഞു കുട്ടികളാണെങ്കിലും അവർക്ക് കാര്യങ്ങൾ അറിയാം. മുതിർന്നവർക്ക് ഒരു കുന്തവും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. മണി ക്യാൻ ബോയ് ഹാപ്പിനെസ്. ക്യാൻ എന്നാണ് പറഞ്ഞത്, CANT മറ്റേ അപ്പോസ്ട്രോഫി ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾ പറയുന്നത് മുതിർന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സമ്പത്ത് നമുക്ക് സന്തോഷം കൊണ്ട് തരത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, സമ്പത്ത് സന്തോഷം കൊണ്ട് തരും ചില സമയങ്ങളിലൊക്കെ. ചില കാര്യങ്ങൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം മേടിക്കണം, കൈ പൈസ വേണ്ടേ? ഒരു സിനിമ കാണണം, കൈ പൈസ വേണ്ടേ? ഒരു ബിരിയാണി കഴിക്കണം, കൈ പൈസ വേണ്ടേ? പക്ഷേ പൈസ കൊണ്ട് മാത്രം നമുക്ക് എല്ലാ സന്തോഷങ്ങളും കിട്ടത്തില്ല. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകങ്ങളുടെ കാര്യം കൂടെ പറയുന്നത്. പുസ്തകങ്ങൾ നമുക്ക് ചില സന്തോഷങ്ങൾ കൊണ്ട് തരും. നല്ല ഭക്ഷണം നമുക്ക് സന്തോഷം കൊണ്ട് തരും. നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും. നമ്മളൊരു തമാശ പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കും. അപ്പോൾ സന്തോഷത്തിന് ഒരുപാട് വേറെ പൈസ അല്ലാത്ത വേറെ ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സംഗതികളൊക്കെ ചുമ്മാ വെറുതെ കാണാപ്പാടം പഠിച്ച് ഇങ്ങനെ PDC സമയമാകുന്നതിന് മുമ്പേ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. ഈ ചേട്ടച്ചാര് പറഞ്ഞില്ലേ, ഈ ദൈവത്താർ നാടകത്തിലെ ഞാൻ പറഞ്ഞില്ലേ ഏകപട ദ്വിപട എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ കാവാല നാരായണ പണിക്കർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ എനിക്ക് പിടികിട്ടുകയാണ്. ഈ ചേട്ടൻ്റെ മുമ്പിൽ സ്റ്റാറാകാൻ വേണ്ടി, ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എഴുത്തുകാരനെ പരിചയപ്പെട്ടു. ഈ കാവാല നാരായണ പണിക്കരുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കവിതയുണ്ട്, കുമ്മാട്ടി എന്ന് പറയുന്ന കവിത. കേട്ടിട്ടുണ്ടോ അത്? കുമ്മാട്ടി എന്ന് പറയുന്ന പടം കണ്ടിട്ടുണ്ടോ? G. അരവിന്ദൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു പടമാണ്. ഉറപ്പായിട്ട് കാണണം. ഇപ്പോൾ അതിൻ്റെ മാസ്റ്റേർഡ് വെർഷൻ യൂട്യൂബിലേക്ക് എടുക്കണം. കുമ്മാട്ടി കൂ. അപ്പോൾ കുമ്മാട്ടി, കുമ്പളങ്ങയുടെ കൂ. കുമ്മാട്ടി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, വളരെ രസകരമായിട്ടുള്ളൊരു പാട്ടാണ്. ഈ രസകരമായിട്ടുള്ള പാട്ട് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ ജൂനിയറായിട്ടുള്ള മറ്റൊരു കോളേജിൽ പഠിക്കുന്ന ഒരു ജൂനിയർ വിദ്യാർത്ഥി നന്നായിട്ട് ഈ പാട്ട് പാടുമായിരുന്നു. ആ ജൂനിയർ വിദ്യാർത്ഥിയെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, സൈഡിൽ ചാരി വെച്ചിട്ടുണ്ട്. പ്രിയൻ എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. അപ്പോൾ പ്രിയൻ നന്നായിട്ട് കുമ്മാട്ടി എന്ന് പറയുന്ന കവിത നന്നായിട്ട് പാടുന്ന ആളാണ്. എനിക്ക് തൊണ്ടവേദനയും വല്ലാത്ത അസുഖമൊക്കെ ആയതുകൊണ്ട് ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഓടും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ആ പാട്ടൊന്ന് പാടിയൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒരു കയ്യടി കൊടുത്തേ പ്രിയന്. തുണ്ട് വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. തുണ്ട് വെക്കാണ്ട് പാടാം പോരെ? അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പാടുന്നത്, ബിപിൻ ചേട്ടനും നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ല എന്നാലും ഈ കുമ്മാട്ടി എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? കുമ്മാട്ടീനെ പറ്റി ഒരു ചെറിയൊരു രൂപം പറഞ്ഞു കൊടുക്കാം. കുമ്മാട്ടി പണ്ട് ചെറുപ്പത്തിൽ കുട്ടികൾ അമ്മയൊക്കെ, എൻ്റെയൊക്കെ അമ്മ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പറയും, മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ കുമ്മാട്ടി വന്ന് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയും. കോക്കാച്ചി എന്നൊക്കെ പറയണത് പോലെ നമ്മളെ പേടിപ്പിക്കാൻ പറഞ്ഞിരുന്ന ഒരു ആളായിരുന്നു കുമ്മാട്ടി എന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ഉണ്ടാവും കുമ്മാട്ടിയുടെ കയ്യിൽ വരും. അതെ. പക്ഷേ ഞാൻ പിന്നീട് വളർന്നപ്പോഴാണ് മനസ്സിലായത് കുമ്മാട്ടി വളരെ ലവബിൾ ആയിട്ടുള്ള, വെരി ചാമിങ്, കുട്ടികളോട് ഭയങ്കര കൂട്ടുകൂടുന്ന, അവർക്ക് എപ്പോഴും മിഠായികൾ കൊടുക്കുന്ന, മാജിക്ക് കാണിക്കുന്ന, ചെപ്പടി വിദ്യകളൊക്കെ ആയിട്ട് അവരുടെ അടുത്ത് എപ്പോഴും പാട്ടുപാടി കളിച്ച് നടക്കുന്ന ഒരാളാണ് കുമ്മാട്ടി എന്നുള്ളത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പോഴാണ് കാവാല നാരായണ പണിക്കർ സാറിൻ്റെ ഈ പാട്ടും ഒക്കെ നമ്മുടെ മനസ്സിൽ വന്നതും നമ്മൾ പാട്ട് പഠിച്ചതും ഒക്കെ. അപ്പോൾ ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാം. പക്ഷെ നിങ്ങളും ഏറ്റു പാടണം. പാടുമോ? ചെറിയ ചെറിയ പോർഷൻസ് ഉണ്ട് ഇതിൽ. അപ്പം നിങ്ങളും കൂടി ഏറ്റു പാടിയാൽ പാട്ട് നല്ല രസകരമാവും അല്ലേ? പാട്ട് തുടങ്ങുന്നത് കുമ്മാട്ടി 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 കുമ്മാട്ടി. ഒന്ന് പാടിക്കേ. കുമ്മാട്ടി 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 കുമ്മാട്ടി. മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട്. മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട്. മാലജേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി, മാലജേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി. പേടിപ്പിച്ചോണ്ട് പേ പറഞ്ഞോണ്ട് നമ്മൾ ഉറങ്ങുമ്പം മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്. കുമ്മാട്ടി കുമ്മാട്ടി
ആ കുമ്മാട്ടി, ആ കുമ്മാട്ടി, പൂവിടാം കുന്നിൻ്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി, പൂവിടാം കുന്നിൻ്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി. പറ പറന്നാണോ, പറ പറന്നാണോ, പല്ലക്കിലാണോ, പല്ലക്കിലാണോ, ഇരിയിരുന്നാണോ, ഇരിയിരുന്നാണോ, നടന്നാണോ, നടന്നാണോ, ആ പറ പറന്നാണോ, പല്ലക്കിലാണോ, ഇരിയിരുന്നാണോ, നടന്നാണോ, മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്. കുമ്മാട്ടി, ആ കുമ്മാട്ടി, ആ കുമ്മാട്ടി, മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട്, മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട്, മാലജേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി, മാലജേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി, പേടിപ്പിച്ചോണ്ട് പേ പറഞ്ഞോണ്ട് നമ്മൾ ഉറങ്ങുമ്പം മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത്. കുമ്മാട്ടി, ആ കുമ്മാട്ടി, ആ കുമ്മാട്ടി, ഇതാണ് കുമ്മാട്ടി. അപ്പോൾ ഒരു കയ്യടി കൊടുക്കല്ലേ, ഉറച്ചൊരു കയ്യടി കൊടുക്കുക. എന്ത് പിശുക്കികളും പിശുക്കന്മാരുമാണ് നിങ്ങൾ. ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് തൊണ്ട പൊട്ടി പാടി കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ അഭിനന്ദിക്കാനായിട്ട് പഠിക്കണ്ടേ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠമുണ്ട്. നമുക്ക് വേണ്ടി ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നന്മകൾ സന്തോഷങ്ങൾ കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട്. അവരെ അഭിനന്ദിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ പുസ്തകങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സംഗീതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സിനിമയുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള മനുഷ്യരോട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന, നന്ദി എന്ന് പറയുന്ന, സ്നേഹമെന്ന് പറയുന്ന, കടപ്പാടെന്ന് പറയുന്ന ഒരു വികാരം നമ്മളിൽ ഉണ്ടാകുമെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സന്തോഷകരമായിട്ട്, കുറച്ചുകൂടെ ഉല്ലാസകരമായിട്ട് മുന്നോട്ട് പോകും. എവിടെ ശരിക്കും കുമ്മാട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നോ? ശരിക്കും കുമ്മാട്ടി. നമ്മൾ കഥകൾ കേൾക്കാറില്ലേ, മുത്തശ്ശി കഥകൾ കേൾക്കാറില്ലേ, അമ്മ കഥകൾ പറഞ്ഞു തരാറില്ലേ? അപ്പോൾ ഈ കഥയിലെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നോ? ശരിക്കും ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അപ്പോൾ സങ്കല്പത്തിൽ, ഭാവനയിൽ ചില കഥകൾ നമ്മൾ പറയാറുണ്ട്. എന്തോ അവൻ സോക്സ് കൊണ്ടൊരു പപ്പറ്റ് ഉണ്ടാക്കിയിട്ട് അവൻ ക്രിയേറ്റീവായിട്ട് അതിനെ ഒരു പാവയുടെ രൂപത്തിലാക്കിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കളിക്കട്ടെ, അവൻ്റെ സന്തോഷം കണ്ടെത്തട്ടെ. അവൻ ചെയ്യട്ടെ, അവൻ ആരെ ഉപദ്രവിക്കുകയല്ലോ, അവൻ സന്തോഷം കണ്ടെത്തുകയല്ലേ ചെയ്യുന്നത്. ഇനി നമുക്ക് വോട്ട് ചെയ്യാമെന്നോ? വോട്ടിങ്ങിലാണ് കാര്യം. ഇവിടെ ഇലക്ഷന് നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി വോട്ടിങ്, നോ വോട്ടിങ്. ഒരാൾ മറ്റേ ഞാൻ തോറ്റു പോകുന്നുള്ളൊരു പേടി കൊണ്ടാണോ നീ വോട്ടിങ്ങിനെ എതിർക്കുന്നത്? എന്തായാലും കൊള്ളാം. ഞാൻ ഈ സാധനം എല്ലാം പഠിച്ചിട്ട് ഇങ്ങനെ പോയ ആ കഥ ഞാനൊന്ന് തുടരുകയാണേ. അങ്ങനെ ഞാൻ എന്തോ തുടങ്ങാം. അങ്ങനെ ഞാൻ ഈ 10ാം ക്ലാസ്സിൽ പാസ് ഔട്ട് ആകുമ്പോഴത്തേക്ക് ചില്ലറ നാടകങ്ങളൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നാടകങ്ങൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ കയ്യടികൾ കിട്ടും. നിങ്ങളിപ്പോൾ ഇങ്ങനെ കയ്യടി തന്നതുപോലെ, പ്രിയൻ്റെ പാട്ടിന് കയ്യടി കൊടുത്തതുപോലെ ചില കയ്യടികളൊക്കെ കിട്ടിത്തുടങ്ങി. ഈ കയ്യടികൾ നമ്മളെ കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട്, കൂടുതൽ നാടകങ്ങൾ വായിക്കാനായിട്ടൊക്കെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രിക്ക് ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് SB കോളേജ് എന്ന് പറയുന്നൊരു കോളേജിലാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും അഭിനയിക്കുന്ന നാടകമൊന്നും ഒരു നാടകവുമല്ല. അവിടെ PS മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര നടനുണ്ട്. ഇയാൾ പ്രേംനസീർ ട്രോഫി നാടകമേള എന്ന് പറഞ്ഞാൽ അവിടെ പ്രേംനസീർ സമ്മാനിച്ച വലിയൊരു ട്രോഫിയുണ്ട്, മികച്ച നടന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ നാടക മത്സരത്തിൽ ഈ മാർട്ടിൻ PS എന്ന് പറയുന്ന മനുഷ്യൻ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്തു, ഞാനൊക്കെ എന്തിനാണ് അഭിനയിക്കുന്നത്? അങ്ങനെ അടുത്ത കൊല്ലം ഈ മാർട്ടിൻ PS ഒക്കെ ആയിട്ടൊന്ന് മത്സരിക്കാനുള്ളൊരു കൊള്ളാവുന്ന നാടകം തപ്പി പിടിക്കണമല്ലോ. അങ്ങനെയാണ് SB കോളേജിലെ ലൈബ്രറിയിലെ നാടക വിഭാഗം മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി വായിക്കാൻ തുടങ്ങി. അരമണിക്കൂറുള്ളൊരു നാടകമാണ്, അധികം കഥാപാത്രങ്ങൾ പാടില്ല, എനിക്കൊരു ബെസ്റ്റ് ആക്ടർ സാധ്യതയൊക്കെ ഉണ്ടാവണം, എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റണം. ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ട് ആ നാടക സെക്ഷൻ മുഴുവൻ അരിച്ചു പിറക്കി വായിച്ചതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ പിന്നീട് നാടകക്കാരനായതും സിനിമ എഴുതാനായിട്ടുള്ള
ആ പരുവത്തിലേക്ക് വന്നതുമൊക്കെ. അങ്ങനെ അടുത്ത വർഷം ആസ്ഥാന വിഡ്ഢികൾ എന്ന് പറഞ്ഞിട്ട് ജി ശങ്കരപ്പിള്ളയുടെ ഒരു നാടകം ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നു. നമ്മൾ പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തും നടനുമൊക്കെ ആയിട്ടുള്ള മനുഷ്യനുണ്ട്. അദ്ദേഹം വന്നിട്ട് ഈ പ്രേംനസീർ ട്രോഫി നാടക മത്സരത്തിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നു. ഞാൻ ഈ PS മാർട്ടിന് കൈ കൊട്ടാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അയാൾ വന്നിട്ട് പറയുന്നത്, ഇക്കൊല്ലത്തെ നാടക മത്സരത്തിലെ മികച്ച നടൻ ആസ്ഥാന വിഡ്ഢികൾ എന്ന നാടകത്തിലെ വിദൂഷകൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ച ബിപിൻ ചന്ദ്രൻ. ഇടിവെട്ടിയതുപോലെ ഞാൻ ഇരുന്നു പോയി. അങ്ങനെ അവിടെ നിന്ന് നാടകയാത്രകൾ തുടങ്ങുകയാണ്. ഈ നാടകം കളിച്ച് ഇങ്ങനെ ഇന്ത്യ മുഴുവൻ കറങ്ങി അവസാനം PG പഠിക്കാനായിട്ട് ഞാൻ മഹാരാജാസ് കോളേജിലെത്തി. മഹാരാജാസ് കോളേജിൽ വരാനായിട്ട് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ സെക്കൻഡ് DC പഠിക്കുമ്പം കോളേജ് മാഗസിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ അത്യാവശ്യം എഴുതാനായിട്ട് കുഴപ്പമില്ലാത്ത ഒരുത്തനാണ് എന്നുള്ളൊരു ധാരണയിലായിരിക്കണം ഒരു പത്രപ്രവർത്തകന് എറണാകുളം മഹാരാജാസ് കോളേജിലെ മാഗസിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ PA ആഷിഖ് എന്ന് പറയുന്ന ഒരു എഡിറ്ററുണ്ട്. ഈ എഡിറ്ററുടെ മാഗസിൻ എഴുതിക്കാൻ വേണ്ടിയിട്ട് എന്നെ വാടകയ്ക്ക് വിളിച്ചുകൊണ്ട് പോകണം. അങ്ങനെ ബിന്ദ്രൻ എന്നുള്ളൊരു കള്ളപ്പേരിലാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. ബിപിൻ ചന്ദ്രൻ എന്നുള്ള പേര് വെക്കാൻ പറ്റത്തില്ല. അന്ന് കോളേജ് യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ മത്സരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ബിന്ദ്രൻ എന്നുള്ളൊരു കള്ളപ്പേരിൽ അവിടെ പോയി എഴുതി. പിന്നീട് മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ ചെല്ലുന്നു. ആ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് ഒരു കൊല്ലംകാരൻ AR അൻവർ എന്ന് പറയുന്ന ആളുടെ റൂംമേറ്റായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ PA ആഷിഖിൻ്റെ കൂടെ യൂണിയൻ മെമ്പറാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ എഴുത്തും വായനയും പരിപാടിയും എല്ലാം പൂട്ടിക്കെട്ടി ഞാൻ വന്ന് അരിക്കാശിന് വേണ്ടിയിട്ട്, നേരത്തെ പറഞ്ഞില്ലേ പൈസ എന്ന് പറയുന്നൊരു സാധനം ആവശ്യത്തിന് വേണമല്ലോ, അങ്ങനെ അരി മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് ഒരു അധ്യാപക പണിക്ക് കയറി. ഒരു മലയാളം അധ്യാപകനായിട്ട് ഞാൻ ഈ പഠിച്ച സ്കൂളിൽ, പണ്ട് മൂത്രമൊഴിച്ച ആ സ്കൂളിൽ ഞാൻ അധ്യാപകൻ്റെ വേഷത്തിൽ വന്ന് കയറി. ആ കാലത്താണ് ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞത്. എന്തായിരുന്നു ആ ഞെട്ടിപ്പിക്കുന്ന സത്യം? ഒരു 100 കൊല്ലം മുമ്പേ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള, തെളിയിക്കപ്പെട്ടിട്ടുള്ള കണക്കിലെ ഒരു വലിയ സിദ്ധാന്തം ഞാൻ അന്നേരമാണ് മനസ്സിലാക്കുന്നത്. അതെന്തായിരുന്നു? 2 parallel lines must not have to meet at infinity. 2 സമാന്തര രേഖകൾ അനന്തതയിൽ കൂട്ടിമുട്ടേണ്ട യാതൊരാവശ്യവുമില്ല എന്ന് ഗോസിനെ പോലെയൊക്കെയുള്ള ഗണിതശാസ്ത്രജ്ഞർ പണ്ടേ തെളിയിച്ചിരുന്നു. എൻ്റെ കണക്ക് സാറിന് അത് അറിയത്തില്ലായിരുന്നു. ഞാൻ ആ ചോദ്യം അന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് അങ്ങേരെ എന്നെ ആ മൂച്ച് തെറി മുഴുവൻ പറഞ്ഞിട്ട് എന്നെ നിക്കറ മുള്ളിപ്പിച്ചത്. അന്നത്തോടെ എൻ്റെ സയൻറ്റിഫിക് ടെമ്പറും തീർന്നു, കണക്ക് പിടുത്തവും തീർന്നു, ഫിസിക്സ് പിടുത്തവും തീർന്നു, സകലമാന ശാസ്ത്രീയ വശങ്ങളിലേക്കുള്ള ശാസ്ത്ര പഠനത്തിൻ്റെ അഭിരുചി തന്നെ പോയി. ഇതാണ് നിങ്ങളുടെയൊക്കെ അധ്യാപകരോ അല്ലെങ്കിൽ മുതിർന്നവരോ ഒക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നും ശരിയാകണമെന്നില്ല. നമ്മളോർക്കും മുതിർന്നവർ പറയുന്നതല്ലേ, അച്ഛൻ പറയുന്നതല്ലേ, അമ്മ പറയുന്നതല്ലേ, രക്ഷിതാക്കൾ പറയുന്നതല്ലേ, ഇതെല്ലാം ശരിയാണെന്ന് നമ്മൾ ഓർക്കും. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കൊന്നും ഒരു ചുക്കും പൂളാപ്പും അറിയത്തില്ല. ഇതിനെയൊക്കെ ചോദ്യം ചെയ്താലേ, ഇതിനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാലേ നമ്മുടെ മുന്നോട്ടുള്ള പോക്കുണ്ടാവും. പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ? നിങ്ങളൊക്കെയുള്ള ഈ മറ്റേ തലമുറയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചോദിക്കാനും ചെയ്യാനുമൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മുടെ ആത്മബലം, നമ്മളെ അറിവിൻ്റെ ബലം കൂട്ടുന്ന ചങ്ങാതികൾ കൂടിയാണ് പുസ്തകങ്ങൾ. അപ്പോൾ അങ്ങനെ അതാണ് പുസ്തകങ്ങളുടെ ഒരു വലിയ പ്രസക്തി എന്നുള്ളത് പറയാം. നമ്മുടെ സമയം എത്രയായി? 5 മിനിറ്റ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ വർത്തമാനം പൂട്ടിക്കെട്ടാനായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഈ എഴുത്തിൻ്റെ വഴികൾ മാത്രമാണ് ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ 1/2 കിലോ അരിയെങ്കിലും മേടിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന ഭാഷ കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ വാചകം പഠിച്ചും ക്ലാസ് എടുത്തും മലയാള ഭാഷയിലെ വാക്കുകൾ ഉപയോഗിച്ചും മാത്രം ജീവിച്ച ഒരാളാണ് ഞാൻ. ഈ വഴിയിലേക്ക് വരാൻ കാരണം, ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് വരാൻ കാരണം പുസ്തകങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഈ അധ്യാപന പണിയുമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോള് വരുന്നു. ഒരു കോള് വരുന്നത് എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയാണ് വിളിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരി വിളിച്ചിട്ട് പറയുന്നത്, ചേട്ടാ എൻ്റെ ഭർത്താവ് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് സന്തോഷിക്കുമല്ലോ, നമ്മുടെ കൂട്ടുകാരനാണല്ലോ അവൻ. എന്താണ്, ആരാണ് നടൻ? മമ്മൂട്ടിയാണ് നടൻ. സന്തോഷം. ആ പടം നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാകും. മുമ്പേ പറഞ്ഞ രാജമാണിക്യം എന്ന് പറയുന്ന പടമായിരുന്നു. നേരത്തെ പറഞ്ഞ അൻവർ റഷീദ് എന്ന് പറയുന്ന സംവിധായകനായിരുന്നു എൻ്റെ റൂംമേറ്റ്. അങ്ങനെ അത് സന്തോഷിച്ച് നിൽക്കുമ്പോൾ, ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്തൊരു ഫോൺ വിളി വരും. അപ്പോൾ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള, അന്ന് ഞാൻ കോളേജ് മാഗസിനിൽ വാടകയ്ക്ക് എഴുതാൻ പോയ, എൻ്റെ കള്ളപ്പേര് വെച്ച് എഴുതിയ ആ കോളേജ് മാഗസിൻ്റെ എഡിറ്ററാണ് എന്നെ വിളിക്കുന്നത്. ഞാനും ഒരു മമ്മൂട്ടിപ്പടം സംവിധാനം ചെയ്യുന്നു. കൊള്ളാം, സന്തോഷം.
അൻവർ ഏതായാലും ചെയ്തല്ലോ, നീയും ചെയ്യൂ. അപ്പോൾ ഈ ആള് എന്നോട് പറയാണ്, ഞാൻ നിന്നെ ആ സന്തോഷം പറയാൻ വിളിച്ചതല്ല, നിനക്കൊന്ന് എറണാകുളം വരെ കുറച്ച് ദിവസം ലീവ് എടുത്ത് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാനെന്നതിനാണ് നീ പടം എടുക്കുന്നതിന് ലീവ് എടുത്ത് വരുന്നത്, അതൊന്ന് എഴുതി തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ചങ്ങനാശ്ശേരിയിൽ പഠിക്കുന്ന കാലത്ത് 2 സെക്കൻഡ് സ്ഫടികമെന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. മോഹൻലാലും സിൽക്ക് സ്മിതയും കൂടെ ഇങ്ങനെ നടന്നു വരുന്നത് ഒരു മിന്നായം പോലെ കണ്ടിട്ടുണ്ട്. കാരണം അത്രമാത്രം ജനത്തിരക്കാ ഇവരെ കാണാനായിട്ട്. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പൊടിഞ്ഞ് ചത്തു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് മിന്നായം പോലെ ഇവരെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ സിനിമ എന്താണെന്നറിയാത്ത, സിനിമയുടെ ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ലാത്ത എന്നോട് ഈ ആൾ വിളിച്ച് പറയുകയാണ്, ഒരു മമ്മൂട്ടി പടത്തിന് എഴുതി തരുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, വൈ നോട്ട്. അഹങ്കാരത്തിനും ആത്മവിശ്വാസത്തിനും പണ്ട് യാതൊരു കുറവുമില്ല. നമുക്കറിയാൻ പാടില്ലാത്ത പണിയാണെങ്കിലും അങ്ങ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എഴുതിയ പടമാണ് ഡാഡി കൂൾ എന്ന് പറയുന്ന പടം. അന്ന് ആ കോളേജ് മാത്സ്, അതെ, ആര്? പി ശ്രീകുമാറിൻ്റെ കൊച്ചുമോനാണോ? അപ്പോൾ ഞാൻ എഴുതിയ പടത്തിനകത്ത് ക്യാരക്ടറിൻ്റെ കൊച്ചുമോനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് ജീവിതത്തിൻ്റെ കോയിൻസിഡൻസുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പടം നേരെ ചൊവ്വേ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാത്ത എന്നെക്കൊണ്ട് ഒരു മമ്മൂട്ടി പടത്തിൻ്റെ എഴുത്തുകാരനാക്കിയിട്ട് അവരോധിക്കുകയാണ് പി എ ആഷിഖ് എന്ന് പറഞ്ഞ അന്നത്തെ കോളേജ് മാഗസിൻ എഡിറ്റർ. ഇന്ന് നിങ്ങൾ അദ്ദേഹത്തെ അറിയുന്നത് ആഷിഖ് അബു എന്ന് പറയുന്ന പേരിലാണ്. ഒരുപാട് പടങ്ങൾ, സൂപ്പർ ഹിറ്റ് പടങ്ങൾ എടുത്തിട്ടുള്ള ആഷിഖ് അബു. അപ്പോൾ ഈ ആഷിഖിൻ്റെ പടം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താണ് ഈ എഴുതുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോഴാണ് പഴയ എൻ്റെ കോളേജ് കാലത്തെ താരമായിരുന്ന PS മാർട്ടിൻ എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് എൻ്റെ മുറിയിൽ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന മുറിയിൽ, കൊച്ചിയിൽ ഫോട്ടോ എടുക്കാൻ വന്നതാണ് പുള്ളി. അന്ന് വനിതയുടെ ഫോട്ടോഗ്രാഫറാണ് പുള്ളി. ഈ സീൻ വായിച്ചിട്ട് പുള്ളിക്കാരൻ വൈകുന്നേരം എന്നെ ഫോൺ വിളിച്ചു. എന്താ വിളിക്കുന്നത്? എടാ, നീ എഴുതിയിട്ടുള്ള സീനുകൾ ഞാൻ വായിച്ചു, അസാധ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനും മമ്മൂട്ടിയോടൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്കതൊന്ന് എഴുതി തരാൻ പറ്റുമോ? ഞാൻ അന്നേരവും പറഞ്ഞു, വൈ നോട്ട്. എന്തിനാണ് ഞാൻ എഴുതാതിരിക്കുന്നത്? കാരണം എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതിയ പടമാണ് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന പടം. ഈ PS മാർട്ടിനായിരുന്നു, മാർട്ടിൻ പ്രക്കാട്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന നായാട്ടും ABCDയും ബെസ്റ്റ് ആക്ടറും ഒക്കെ എടുത്തിട്ടുള്ള ആ മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ഈ പടം റിലീസായ ദിവസം മാർട്ടിൻ്റെ കൂട്ടുകാരനായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, ഞാൻ എന്തെങ്കിലും ഒരു പടം ഡയറക്റ്റ് ചെയ്താൽ എഴുതി തരാമോ? അന്നേരം നമ്മുടെ ഉത്തരവ് ഇതാണ്, വൈ നോട്ട്. അങ്ങനെ എഴുതിയ പടമാണ് 1983 എന്ന് പറയുന്ന പടം. ഈ 1983 റിലീസായി കഴിഞ്ഞപ്പോഴത്തേനാണ് നാടകത്തിലെ എതിരാളിയായിരുന്ന ചങ്ങനാശ്ശേരി NSS കോളേജിൽ പഠിച്ചിരുന്ന G മാർത്താണ്ഡൻ എന്ന് പറയുന്ന ആൾ എന്നെ വിളിക്കും. സുരേഷ് കുമാർ എന്നാണ് അന്ന് പേര്. അപ്പോൾ അങ്ങനെ ഈ സുരേഷ് കുമാർ വിളിച്ചിട്ട് പറഞ്ഞു, നാട്ടുകാർക്കെല്ലാം എഴുതി കൊടുക്കുന്നുണ്ടല്ലോ, നമ്മളൊന്നിലും പരിചയക്കാരല്ലായിരുന്നു, എനിക്കൊരു പടം എഴുതി തരത്തില്ലേ? അങ്ങനെ എഴുതി കൊടുത്ത പടമാണ് പാവാട. ഇങ്ങനെ സൗഹൃദത്തിൻ്റെ എഴുത്തിൻ്റെ വഴി കൂടെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു, എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ഈ എഴുത്തിൽ നിന്ന് പൈസ മാത്രമല്ല, അനൽപമായ ആനന്ദവും എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്തിൻ്റെ വായനയുടെ വഴിയിൽ കൂടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തെ മാത്രം നിങ്ങൾ ലക്ഷ്യമാക്കിയാൽ മതി. അതിൻ്റെ പണവും ബാക്കിയുള്ള പ്രതാപവും ഒക്കെ പുറകെ വന്നോളും. നിങ്ങൾക്ക് എഴുത്ത് താല്പര്യമില്ലേ? നോക്കണ്ട. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വായിക്കാനേ നിൽക്കണ്ട. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, കഥ വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പോവുക. നിങ്ങൾക്ക് പാട്ട് പാടാനോ ഇഷ്ടം, അത് ചെയ്യുക. നിങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനാണോ ഇഷ്ടം, രാഷ്ട്രീയത്തിൽ ഇറങ്ങുക. നിങ്ങൾക്ക് കൃഷിയാണോ ഇഷ്ടം, കൃഷി ചെയ്യുക. അപ്പോൾ എഴുത്തുകാരനോ വായനക്കാരനോ കവിക്കോ സാഹിത്യകാരനോ ഒന്നും ഇവിടെ പ്രത്യേക പദവിയൊന്നുമില്ല. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. പക്ഷേ നിങ്ങളത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊരു ലോകമാണ് എന്ന് കൂടി ഞാൻ പറയും. നിങ്ങൾക്ക് പരിചിതമല്ലാത്ത സന്തോഷത്തിൻ്റെ ഒരു വലിയ ലോകം നിങ്ങൾക്ക് കിട്ടും.